ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ HSA ഫിസിക്കൽ സയൻസിന്റെ എക്സാം ഓഗസ്റ്റ് 6-നാണെന്ന് എല്ലാവർക്കും അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത എന്നാൽ HSA ഫിസിക്കൽ സയൻസ് ഇത്തവണ തന്നെ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതുവരെ പല കാരണങ്ങളാൽ, അതായത് ഒരുപാട് PSC എക്സാമുകൾ വേറെയും ഉണ്ടായിരുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ടായിരുന്നു, 10th ലെവൽ ഉണ്ടായിരുന്നു, ഒരുപാട് PSC എക്സാംസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ എക്സാംസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടി പഠിക്കാൻ സമയം കിട്ടാതിരുന്ന ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ എങ്ങനെ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഫിസിക്കൽ സയൻസിന്റെ സിലബസ് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം 2 പാർട്ടുകളാണ് HSA ഫിസിക്കൽ സയൻസ് സിലബസിലുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എയിൽ പറയുന്നത് 3 മൊഡ്യൂൾസ് ആണ്. 3 മൊഡ്യൂൾസിൽ ആദ്യത്തെ 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് എല്ലാ PSC എക്സാംസിനും നമ്മൾ കണ്ടിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റും രണ്ടാമത്തേത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സും. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ BEdന് പഠിച്ച ഒരു പോർഷൻ തന്നെയാണ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. അതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 മൊഡ്യൂളുകൾക്ക് ശേഷം നമുക്ക് പാർട്ട് ബിയിലാണ് നമ്മുടെ ടോപ്പിക് ഫിസിക്കൽ സയൻസ് പഠിക്കാനുള്ളത്, അതായത് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനുള്ളത്. 8 മൊഡ്യൂൾസ് ആണ് ഫിസിക്കൽ സയൻസിലുള്ളത്. 8 മൊഡ്യൂൾസ് ആണ് ഫിസിക്കൽ സയൻസിനുള്ളത്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് പാർട്ട് ബിയിൽ 8 മൊഡ്യൂൾസും പാർട്ട് എയിൽ 3 മൊഡ്യൂൾസും 11 മൊഡ്യൂൾസ് ആണുള്ളത്. ഈ 11 മൊഡ്യൂൾസിനെ 30 ദിവസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടൈം ടേബിൾ ഞാനിപ്പോ നിങ്ങളൊന്ന് കാണിക്കാം. എല്ലാവർക്കും ഇത് വിസിബിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്നിപ്പോ 1-ാം തീയതിയാണ്, 1st ജൂലൈ ആണ്. 1st ജൂലൈയിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇവിടെ ഞാൻ തന്നിട്ടുള്ളത്. മെക്കാനിക്സ്, മോഷൻ, ന്യൂട്ടൺസ് ലോസ്, ഫ്രിക്ഷൻ, സർക്കുലാർ മോഷൻ. ഈ 4 ടോപ്പിക്സ് നമ്മൾ ഇന്ന് കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാനലിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ ഒരു വീഡിയോ ഇടും. ഈ 4, അതായത് മെക്കാനിക്സിലെ മോഷൻ, ന്യൂട്ടൺസ് ലോസ്, ഫ്രിക്ഷൻ, സർക്കുലാർ മോഷൻ, ഈ 4 ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. വൈകുന്നേരം നിങ്ങൾ ആ വീഡിയോ കാണുക. അതുവരെ നിങ്ങൾ ഈ 4 ടോപ്പിക്സ് കവർ ചെയ്യാൻ പാകത്തിന് വീഡിയോസ് കാണുകയോ അല്ലെങ്കിൽ മറ്റ് ചാനലിൽ നിന്ന് വീഡിയോസ് കാണുകയോ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൈഡ് ഉണ്ടെങ്കിൽ, റാങ്ക് ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു 4 ടോപ്പിക്സ് തറവായിട്ട് വായിക്കാം. എനിക്ക് തോന്നുന്നു ഒരു ടോപ്പിക്കിന് ഒരു 2 മണിക്കൂർ വെച്ച് നിങ്ങൾ കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഈ വൈകുന്നേരത്തെ വീഡിയോ കൂടെ കാണുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഈ 4 ടോപ്പിക്സ് ഇന്ന് നിങ്ങൾ പഠിക്കാം. അതിനുശേഷം അടുത്ത ദിവസവും ഇതേപോലെ 4, 3, 2 ടോപ്പിക്സുകൾ വെച്ച് നമ്മൾ പഠിക്കുകയും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നമ്മൾ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 7-ാം തീയതി നമ്മളൊരു റിവിഷൻ ഉണ്ടാകും. ഈ വീക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിവിഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച പഠിച്ചു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോർഗെറ്റ് ആവില്ല, നിങ്ങൾ മറന്നുപോയില്ല. അതുകൊണ്ട് ആ റിവിഷൻ തീർച്ചയായും നിങ്ങൾ കാണുക. അതോടൊപ്പം തന്നെ ഈ ടൈം ടേബിളിനനുസരിച്ച് നിങ്ങളൊന്ന് പഠിച്ചു പോവുക. അവസാനം 29-ാം തീയതി 30-ാം തീയതി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന മോക്ക് ടെസ്റ്റും റിവിഷനും മാത്രമാണ്. അതേപോലെ തന്നെ ഈ ഒരു ടൈം ടേബിള് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഈ ടൈം ടേബിൾ PDF ഫോർമാറ്റിൽ വേണ്ടവര്
കമൻറ്റ് ചെയ്യുക യെസ് എന്ന്. എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ മെയിൽ ഐ ഡിയിലേക്ക് PDF അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഫോളോ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.